ആധ്യാത്മിക വിഷയങ്ങളിൽ അതീവ താല്പര്യവും അറിവും ഉള്ള നമ്മുടെ ബന്ധുവായ രാജൻ ചേട്ടൻ അബുദാബിയിലെത്തി അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം സന്ദർശിച്ചു. അതിൻ്റെ അറിവുകളാണ് ഇന്നത്തെ വീഡിയോ. ഡിയർ ഫ്രണ്ട്സ്, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? അധികം കേൾക്കാത്ത പേരാണ്, പറയാം. ബാബ്സ് മന്ദിർ അഥവാ ബാബ്സ് ക്ഷേത്രം. UAE തലസ്ഥാനമായ അബുദാബിയിലെ അൽ മുറൈ എന്ന സ്ഥലത്ത് 27 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ക്ഷേത്രം. ബൊച്ചേസൻ വാസി അഷ്തർ പുരുഷോത്തം സ്വാമി നാരായൺ സൻസന്ത് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ബാബ്സ്. 1997 UAE സന്ദർശിക്കാനെത്തിയ ബാബ്സ് പ്രസിഡന്റ് സ്വാമി മഹാരാജ് ഷാർജയിലെ ഒരു മരുഭൂമി പ്രദേശത്ത് ലോക സമാധാനത്തിനു വേണ്ടി നടത്തിയ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കവേ അബുദാബിയിൽ ഒരു ക്ഷേത്രം വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് 2015 അന്നത്തെ കിരീടാവകാശിയും ഇന്നത്തെ UAE പ്രസിഡൻറ്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാദ് അൽ നഹിയ അബുദാബിയിൽ ക്ഷേത്രം പണിയാൻ 27 ഏക്കർ സ്ഥലം അനുവദിച്ചു. അങ്ങനെ UAEയും ഇന്ത്യയും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും പ്രതീകമായി ബാബ്സ് മന്ദിർ പണിതുയർത്തി. പിന്നീട് 2024 ഫെബ്രുവരി 14 UAE ഭരണാധികാരികളുടെയും ബാബ്സ് ക്ഷേത്രമുഖ്യന്മാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. അബുദാബിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററും ദുബായിൽ നിന്നും 95 കിലോമീറ്ററും സഞ്ചരിച്ചാൽ അൽ മുറയിലുള്ള ഈ ക്ഷേത്രത്തിലെത്താം. കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രാജസ്ഥാനിലെ പിങ്ക് സാൻഡ് സ്റ്റോണും എക്കാബിയാർക്ക എന്ന പേരിലുള്ള ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം പടുത്തുയർത്തിയത്. 108 മീറ്റർ ഉയരം, 262 അടി നീളം, 180 അടി വീതിയുമുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. UAEയിലെ 7 എമിറേറ്റ്സിനെ സൂചിപ്പിക്കുന്ന 7 ഗോപുരങ്ങളും 2 പ്രധാന കവാട ഗോപുരങ്ങളും 12 പിരമിഡ് ഗോപുരങ്ങളും 402 തൂണുകളുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. രാജസ്ഥാനിലെ പാരമ്പര്യ ശില്പികളുടെ കലാവിരുതിൽ തീർത്ത കൊത്തുപണികൾ ഏറെ ശ്രദ്ധേയമാണ്. രാമായണം, മഹാഭാരതം, ഭാഗവതം മുതലായ മഹത് ഗ്രന്ഥങ്ങളിലെ മൂർത്തികൾ മാത്രമല്ല, അബുദാബിയിലും ദുബായിലുമുള്ള പ്രധാന നിർമ്മിതികളും ഇവിടെ ശിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. 3 നിലകളിലായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന മണ്ഡപത്തിലെത്തുവാൻ 60 പടികൾ കയറണം. അവിടെ നമ്മൾ ദർശിക്കുന്നത് കൃഷ്ണൻ രാധ, ശിവപാർവതി, രാമൻ സീത, ശ്രീ വെങ്കടേശ്വരൻ, സ്വാമി അയ്യപ്പൻ തുടങ്ങിയ മൂർത്തികളാണ്. മനസ്സും ശരീരവും ശാന്തമായി പുറത്തേക്കിറങ്ങുമ്പോൾ ചുറ്റുമുള്ള ജലാശയം ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതുമാത്രമല്ല, ഭൂകമ്പവും താപനിലയും മുൻകൂട്ടി അറിയുവാൻ 300-ൽ പരം ഹൈടെക് സെൻസറുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 8 മണി വരെ പ്രവേശനമുണ്ട്. തിരക്ക് കൂടിയതിനാൽ ബാബ്സ് സൈറ്റ് വഴിയോ ആപ്പിൽ കൂടിയോ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പ്രവേശനമുള്ളൂ. പകൽ സമയത്ത് ബാബ്സ് ക്ഷേത്രത്തിൽ വരുന്നവർ കൊത്തുപണികളും ശില്പങ്ങളും ശ്രദ്ധിക്കും. രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ എന്തെന്നറിയാത്ത ഒരു പ്രകാശം ക്ഷേത്രത്തിൽ പതിക്കുന്നതായി തോന്നും. ബാബ്സ് മന്ദിരത്തിലെത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് ബോൾ ഓഫ് ഹാർമണി, എല്ലാ ഭാഷകളിലും ഐക്യം എന്നെഴുതി വച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ക്ഷേത്രം നിർമ്മിതി കൊണ്ട് മാത്രമല്ല വ്യത്യസ്തമാകുന്നത്. ക്ഷേത്ര കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, വസുദേവ കുടുംബകം. ഇതിൻ്റെ അർത്ഥം ലോകം ഒരു കുടുംബം എന്നാണ്. ഇതിനെ അന്വർത്ഥമാക്കുന്നതാണ് ബാബ്സ് മന്ദിർ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.